സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ കാലവർഷം ശക്തി പ്രാപിച്ച് ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങൾ അതിതീവ്രമായ മഴ ലഭിക്കുമെന്ന നിരീക്ഷണങ്ങൾ നടത്തുന്ന വാർത്തകളാണ് ദിവസേന നമ്മൾ കേൾക്കുന്നതും അത്തരം മഴകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഴ ശക്തമാകുന്നതോടുകൂടെ തണുത്ത കാലാവസ്ഥയും വെള്ളക്കെട്ടുകളും രൂപപ്പെടുകയും ഓടകളിലും മറ്റുമൊക്കെ അടിഞ്ഞുകൂടി കിടന്നിരുന്ന മാലിന്യങ്ങൾ ആ വെള്ളത്തോടൊപ്പം പുറത്തേക്ക് വരികയും രോഗം പകർത്തുന്ന കൊതുക് അടക്കമുള്ള ജീവികൾ വ്യാപകമാവുകയും പകർച്ചവ്യാധികളും രോഗങ്ങളുമൊക്കെ പെരുകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇത്തരം സാഹചര്യത്തിൽ നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ സംബന്ധിച്ച് നമ്മുടെ ആരോഗ്യ വകുപ്പും പഞ്ചായത്തും അതുപോലെ ഹെൽത്ത് സെന്ററും മുനിസിപ്പാലിറ്റിയും ഒക്കെ നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അധികൃതർ നിരന്തരം നമ്മെ അത്തരം മുന്നറിയിപ്പുകളെ കുറിച്ച് ഉണർത്തിത്തരാറുമുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മിൽ പലരും കൃത്യമായി അത് പിന്തുടർന്ന് പോരുന്നതുമാണ്. ഒന്നാമതായി അവർ പറയുന്നത് ശാരീരിക ശുചിത്വം നിങ്ങൾ പാലിക്കണം എന്നതാണ്. മറ്റൊന്ന്, വീടും പരിസരങ്ങളുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിനിൽക്കാൻ, മലിനജലം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം എന്നു തുടങ്ങി നമ്മുടെ വീടും പരിസരങ്ങളുമൊക്കെ മാലിന്യമുക്തമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നതാണ് രണ്ടാമത്തേത്. മറ്റൊന്ന്, മാലിന്യങ്ങൾ കൂട്ടിയിട്ട് അതിൽ നിന്ന് രോഗം പകരുന്ന സാഹചര്യം ഉണ്ടാക്കാതെ കൃത്യമായി അത് നിർമ്മാർജ്ജനം ചെയ്യണം എന്നതാണ്. ഇത്തരം ശ്രദ്ധയിലൂടെ രോഗപകർച്ചയെ തടയാൻ, അതുപോലെ പകർച്ചവ്യാധികളെ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് അവർ നമ്മളോട് പറയുന്നു. അതനുസരിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ ആമുഖമായി ഇത്രയും വിഷയങ്ങൾ പറഞ്ഞത് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആരോഗ്യപരമായ വിഷയങ്ങളൊക്കെ, അഥവാ ശരീരശുദ്ധി, വീട് പരിസരം എന്നിവ ശുദ്ധിയായി വൃത്തിയായി സൂക്ഷിക്കൽ, മാലിന്യങ്ങൾ കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യൽ, ഇതൊക്കെ ഒരു പുതിയ കാര്യമല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ തൻ്റെ നിത്യജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കേണ്ട മതപരമായ ബാധ്യതകളിൽപ്പെട്ട വിഷയങ്ങളാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകത്ത് വൃത്തിക്കും ശുചിത്വത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകിയ, മഹത്വം കൽപ്പിച്ച, പുണ്യം പഠിപ്പിച്ച മറ്റൊരു മതം ഇല്ല എന്നത് വലിയൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ആദ്യത്തെ വചനങ്ങൾ നമുക്ക് കേട്ടിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന വചനങ്ങളാണ്. ആ വചനങ്ങൾക്ക് ശേഷം രണ്ടാമത് വിശുദ്ധ ഖുർആനിൽ നിന്ന് അവതരിച്ച വചനങ്ങൾ, ആ ആയത്ത് ഇറങ്ങിയ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിലാണ്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി തങ്ങളെ അണച്ചു കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഇഖ്റ എന്ന മന്ത്രധ്വനികൾ ആദ്യത്തെ 5 ആയത്തുകൾ ഓതിക്കൊടുത്തപ്പോ അള്ളാഹുവിന്റെ റസൂല് ഭയവിഹ്വലനായി. മുത്തുനബി തങ്ങൾക്ക് പനി പിടിച്ചത്, ശക്തമായ പനി ബാധിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ആ ഭവനത്തിലേക്ക് ഓടി വരുന്നത് സമ്മിലൂനി ഖദീജ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ്. ഖദീജ, എനിക്ക് ശക്തമായ പനിയുണ്ട്, എന്നെ ആ പുതപ്പിട്ടൊന്ന് മൂടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് കടന്നു വരുന്നത്.
ഖദീജ ബീബി റളിയല്ലാഹു അൻഹ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബാധിച്ച പനിയിൽ നിന്നൊരാശ്വാസത്തിന് വേണ്ടി പുതപ്പിട്ട് മൂടുന്നു. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെ പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോഴാണ് രണ്ടാമത് വിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ, ഹബീബായ മുത്തുനബി തങ്ങളെ അള്ളാഹു വിളിക്കുകയാണ്. യാ അയ്യുഹൽ മുസമ്മിൽ, അല്ലയോ പുതപ്പിട്ട് മൂടിക്കിടക്കുന്ന ഹബീബായ മുത്തുനബി തങ്ങളെ. സ്നേഹത്തോടെ അള്ളാഹുവിന്റെ അഭിവാദനമാണ്. ശേഷം അള്ളാഹു പറയുന്നു, ഖും ഫഅൻദിർ, നബിയെ അവിടുന്ന് ഈ കിടക്കുന്ന സാഹചര്യത്തിൽ നിന്ന് എഴുന്നേൽക്കണം. എന്നിട്ട് ഫഅൻദിർ, അങ്ങ് ജനങ്ങൾക്ക് കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകണം. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായ വിശ്വാസങ്ങൾ ശരിയാകാൻ ആവശ്യമായ കൃത്യമായ മുന്നറിയിപ്പുകൾ അങ്ങ് ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങയുടെ റബ്ബ്, ആ റബ്ബിന് തക്ബീർ മുഴക്കാനുള്ള, ആ റബ്ബ് വലിയവനാണെന്ന് അംഗീകരിക്കാനുള്ള ഉപദേശങ്ങൾ അങ്ങയുടെ പ്രിയപ്പെട്ട ജനതയ്ക്ക് നൽകണം. അങ്ങയുടെ വസ്ത്രം വളരെ വൃത്തിയായി ശുദ്ധിയായി അങ്ങ് സൂക്ഷിക്കണം നബിയേ. ശുദ്ധമായ ഖുർആനിൽ രണ്ടാമതായി അവതരിച്ച വചനങ്ങൾ, ആ വചനങ്ങൾ അങ്ങയുടെ വസ്ത്രം അങ്ങ് വൃത്തിയാക്കണം. തന്റെ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങുന്ന മറ്റൊരാളുമായി അഭിമുഖീകരിക്കാൻ, സംസാരിക്കാൻ രംഗത്തേക്ക് ഇറങ്ങുന്ന ഏതൊരു മനുഷ്യനും പാലിച്ചിരിക്കേണ്ട മര്യാദയാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വസ്ത്രം നല്ല വൃത്തിയുള്ളതാകണം, ശരീരം വൃത്തിയുള്ളതാകണം. അപ്പോൾ മാത്രമേ മറ്റൊരാളോട് നേരിട്ട് നമുക്ക് സംസാരിക്കുമ്പോ ആ സംസാരിക്കുന്ന സമയത്തൊരാത്മവിശ്വാസം കിട്ടൂ. അല്ലെങ്കിൽ നമ്മുടെ വസ്ത്രത്തിൽ അഴുക്കുണ്ടെങ്കിൽ അയാളുടെ ശ്രദ്ധ അഴുക്കിലാണോ എന്ന് ചിന്തിച്ചിട്ട് നമുക്കൊരാശങ്ക വരും. അള്ളാഹുവിന്റെ റസൂലിനോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അങ്ങയുടെ വസ്ത്രത്തെ നജസ്സുകളെ തൊട്ടങ്ങ് ശുദ്ധിയാക്കണം. മുഫസ്സിരിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. അങ്ങയുടെ വസ്ത്രത്തിൽ മാലിന്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അറബികൾ അക്കാലത്ത് വളരെ ഇറക്കമുള്ള വസ്ത്രം ധരിച്ച് ആ വസ്ത്രം ഇങ്ങനെ വഴിയോരങ്ങളിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി അതിൽ പല അഴുക്കുകളും മാലിന്യങ്ങളും ഒക്കെ പുരളുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തെ തടയിടുകയാണ് വിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ വസ്ത്രത്തിൽ നജസ് പുരളാതെ, അഴുക്കു പറ്റാതെ വളരെ സൂക്ഷ്മതയോടെ വസ്ത്രത്തെ പരിപാലിക്കണം, സൂക്ഷിക്കണമെന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹ് മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതത്വഹിരീൻ. എത്ര മനോഹരമായ വചനങ്ങളാണ്. തൗബ ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വയുഹിബ്ബുൽ മുതത്വഹിരീൻ, അതുപോലെ ശുദ്ധിയുള്ള ആളുകളെയും അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നു എന്ന് വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല പറയാണ്. ശുദ്ധിയുള്ള ആളുകൾ അള്ളാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ച ആളുകളാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള ഒരു മാർഗമാണ് നല്ല ശുദ്ധിയോടുകൂടി നമ്മൾ നടക്കുക. നമ്മുടെ ശരീരം നല്ല വൃത്തി ഉണ്ടാവുക, വസ്ത്രം വൃത്തി ഉണ്ടാവുക, വീടും പരിസരങ്ങളും വൃത്തിയുള്ളതാവുക, അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾ വൃത്തിയുള്ളതാവുക, പള്ളികളെ വൃത്തിയോടെ പരിപാലിക്കുക. അങ്ങനെ തുടങ്ങി നാമുമായി ബന്ധപ്പെടുന്ന സർവ്വ മേഖലകളിലും നല്ല ശുദ്ധിയോടെ വൃത്തിയോടെ അതിനെ പരിപാലിക്കുക എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടം പിടിച്ചു പറ്റാൻ പറ്റിയ വലിയൊരു മാർഗമായി വിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ, ഹബീബായ മുത്തുനബി തങ്ങളും സ്വഹാബത്തും മദീനത്തേക്ക് ആദ്യമായി വന്നപ്പോ അവിടെ നിർമ്മിച്ച പള്ളി മസ്ജിദുൻ നബവി അല്ല. ഹജ്ജിനോ ഉംറയ്ക്കോ പോയിട്ടുള്ള ആളുകൾ മദീനത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ ഖുബ എന്ന പള്ളിയിൽ പോയിട്ടുണ്ടാകും. മസ്ജിദുൽ ഖുബ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് വിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ച പള്ളി.
ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി എന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയ തഖ്വയുടെ മുകളിൽ പടുത്തുയർത്തിയ പള്ളി എന്ന് അല്ലാഹു വിശുദ്ധ ഖുർആനിൽ എടുത്തു പറഞ്ഞ പള്ളി മസ്ജിദുൽ ഖുബാ, മസ്ജിദുൻ നബവിക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ നിർമ്മിച്ച പള്ളിയാണ് ആ പള്ളി. ശേഷം അല്ലാഹു ആയത്തിന്റെ ബാക്കി പറയുന്നുണ്ട്, ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറൂ വല്ലാഹു യുഹിബ്ബുൽ മുതഹഹിരീൻ. അവിടെ ചില ആളുകളുണ്ട്, ആ പള്ളിയുമായി ബന്ധപ്പെട്ട് നിന്ന ആളുകളെ അല്ലാഹു തആല അവരുടെ മഹത്വം എടുത്തു പറയുന്നത് ഫീഹി റിജാലു യുഹിബ്ബൂന അൻ യതതഹറൂ, നല്ല വൃത്തി പാലിക്കുന്ന ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വല്ലാഹു യുഹിബ്ബുൽ മുതഹഹിരീൻ. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറയാൻ അല്ലാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ എത്ര സ്ഥലങ്ങളിൽ ശുദ്ധിയെക്കുറിച്ച്, വൃത്തിയെക്കുറിച്ച്, നമ്മൾ പാലിച്ചിരിക്കേണ്ട ശുചിത്വത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ സത്യവിശ്വാസിയായ ഒരാൾ ഏതൊരു സാഹചര്യത്തിലും തന്റെ ശരീരം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് തന്നെയാണ് വിശുദ്ധമായ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നത്. വളൂഉം കുളിയുമൊക്കെ ഫർളാക്കിയ ഒരു മതം വിശുദ്ധ ഇസ്ലാം അല്ലാതെ വേറൊരു മതാണുള്ളത്? വളൂ എടുക്കൽ നമുക്ക് നിർബന്ധമാക്കി, ഫർളാക്കി. കുളിക്കുക എന്നത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് നിർബന്ധമാക്കി, മറ്റു ചില സാഹചര്യങ്ങളിൽ സുന്നത്താക്കി. എല്ലാ ദിവസവും നമ്മൾ കുളിക്കുമ്പോ നമ്മുടെ നെയ്യത്തിനനുസരിച്ച് ആ കുളിക്കുന്നതിന് പ്രതിഫലം നൽകുന്ന ഒരു മതം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്ര മനോഹരമായ ശുചിത്വത്തെ കുറിച്ച് ലോകത്തിന് പഠിപ്പിച്ച വേറെ ഒരു പ്രത്യയ ശാസ്ത്രത്തെയും നമുക്ക് ലോകത്ത് കാണാൻ കഴിയൂല. വുളൂഇലൂടെ നമ്മുടെ നഖങ്ങൾക്കിടയിലെ അഴുക്കുകൾ നീക്കപ്പെടുകയാണ്. ശാഫിഈ കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞു, നഖങ്ങൾക്കിടയിലുള്ള കട്ടിപിടിച്ച അഴുക്കുകൾ അത് വുളൂഇന്റെ സ്വീകാര്യതയ്ക്ക് തടസ്സമാണ്, അതിലേക്ക് വെള്ളം ചേരുന്നതിന് തടസ്സമാണ്. ആ അഴുക്കുകൾ നീക്കിയിട്ട് വേണം നിങ്ങൾ വുളൂ ചെയ്യാൻ. അങ്ങനെ തുടങ്ങിയിട്ട് ശരീരത്തിലെ അഴുക്കുകൾ കൃത്യമായി നീക്കപ്പെടുന്നു. വുളൂഇന് മുമ്പ് വായ ശുദ്ധീകരിക്കൽ അഥവാ മിസ്വാക്ക് ചെയ്യൽ, പല്ലു തേക്കൽ സുന്നത്താക്കിയിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോഴും ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോഴും മിസ്വാക്ക് സുന്നത്താക്കിയിട്ടുണ്ട്. എത്രത്തോളം എന്നറിയുമോ? ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസുണ്ട്, ലൗലാ അൻ അശുഖ അലാ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമെന്ന് ഞാൻ ഭയപ്പെട്ടിരുന്നില്ലെങ്കിൽ, എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ ആ ഉമ്മത്തിനോട് അമർത്തുഹും ബിസ്സിവാക്കി ഇൻദ കുല്ലി സ്വലാത്ത്, എല്ലാ നിസ്കാരത്തിന് മുമ്പും മിസ്വാക്ക് ചെയ്യൽ അവർക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പ്രയാസാകണ്ട എന്ന് വിചാരിച്ചിട്ട് മുത്തുനബി തങ്ങൾ നിർബന്ധാക്കിയില്ല. അതിന്റെ അർത്ഥം നിർബന്ധാക്കാത്തോണ്ട് നമ്മൾ ചെയ്യണ്ടെന്നല്ല, അതിന്റെ ഗൗരവം പഠിപ്പിക്കുകയാണ് മുത്തുനബി തങ്ങള്. നമ്മളത് നിർവഹിക്കണം. വുളൂ എടുക്കുന്നതിന് മുമ്പ് ഒരു മിസ്വാക്ക്, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പല്ല് വൃത്തിയാക്കണം. നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ ഇതിന് നല്ലൊരു മാർഗം ലോകത്ത് വേറൊരു ഡെന്റിസ്റ്റ് നമുക്ക് പറഞ്ഞു തരൂല. ഏറ്റവും നല്ല മാർഗം അതാണ്. ഉറക്കത്തിൽ നിന്നുണരുമ്പോ വൃത്തിയാക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങൾ, ശുദ്ധിയുടെ, ശുചിത്വത്തിന്റെ ഒരുപാട് മഹോന്നതമായ പാഠങ്ങൾ വിശുദ്ധ ഇസ്ലാം നമുക്ക് പകർന്നു തരുന്നുണ്ട്. എന്നു മാത്രല്ല, ഈ ചെയ്യുന്നതിനൊക്കെ എണ്ണമറ്റ പ്രതിഫലവും വലിയ കൂലിയും വാഗ്ദാനം ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ തവല്ലഅ ഫഅഹ്സനൽ വുളൂഅ, ഒരാൾ വുളൂ ചെയ്തു, വെറും കാട്ടിക്കൂട്ടലിലുള്ള വുളൂ അല്ല, ഫഅഹ്സനൽ വുളൂഅ, നല്ല വൃത്തിയായി പറയപ്പെട്ട എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് നന്നായി ഒരാൾ വുളൂ ചെയ്താൽ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൾഫാരിഹി, അവന്റെ ശരീരത്തിൽ നിന്ന് ആ വുളൂ എടുത്തു പൂർത്തിയാകുമ്പോഴേക്ക് പാപങ്ങൾ ഓരോന്നോരോന്നായി പുറപ്പെട്ടു പോകും, ഇല്ലാതെയായി പോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, വുളൂ എടുക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, ശുചിത്വം നിർവഹിക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല, ആ ശുചിത്വത്തിന് വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേസമയം ഇതിന് വിപരീതമായി മാലിന്യങ്ങൾ പേറി നടക്കുന്നത്, ശരീരം ശുദ്ധിയില്ലാതെ നടക്കുന്നത്, നജസായ ശരീരവുമായി നടക്കുന്നത്, ശുദ്ധിയില്ലാതെ ജീവിക്കുന്നത്, മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്, ഇതൊക്കെ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കണ്ടില്ലേ നിങ്ങൾ, ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സ്വഹാബത്തിനോടൊപ്പം 2 ഖബറുകളുടെ സമീപത്തുകൂടി നടന്നു പോകുന്നു. 2 ഖബറുകളുടെ സമീപത്തുകൂടി അള്ളാഹുവിന്റെ റസൂല് കടന്നു പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബാ വഹുമാ യുഅദ്ദിബാനി ഫീ ഖബരിഹിമാ, അവർ രണ്ടുപേരും അവരുടെ ഖബറുകളിൽ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വഹാബ, അല്ലാഹുവിന്റെ റസൂലിന്റെ വചനങ്ങളാണ്. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അങ്ങനെ ഖബറിൽ ശിക്ഷിക്കപ്പെടാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തത് നബിയേ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി വളരെ പ്രസക്തമാണ്. മഹാനായ ഇമാം മുസ്ലിം മഹാനായ ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി ഹദീസ് ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ആ സ്വഹാബികളോട് അതിന്റെ പാഠങ്ങൾ ഓതി കൊടുക്കുകയാണ്. എന്താണ് അവർ ഖബറിൽ ശിക്ഷ അനുഭവിക്കാനുള്ള കാരണമെന്നറിയോ? അമ്മാ അഹദുഹുമാ ഫകാന യസ്ആ ബിന്നമീമാ, ഒന്നാമത്തെയാള് നമീമത്തുമായി നടന്നയാളാണ്, ഏഷണിയുമായി നടന്ന ആളാണ്. ഇവരുടെ കണ്ണിൽ ഇത് വലിയ തെറ്റൊന്നായി തോന്നിയില്ല, പക്ഷെ അള്ളാന്റെ മുന്നിൽ അത് വലിയ തെറ്റായിരുന്നു. അതുകൊണ്ട് അയാൾ കഠിനമായി ശിക്ഷിക്കപ്പെടുകയാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. 2 ആളുകൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ കേട്ടത് അവിടെ പറയാ, അവിടെ കേട്ടത് ഇവിടെ പറയാ, എന്നിട്ട് അവർ 2 പേരും കൂടി തല്ലുണ്ടാക്കുന്ന കണ്ടു നിന്ന് രസിക്കുക. ഇങ്ങനത്തെ പ്രത്യേകതരം സ്വഭാവമുള്ള ആളുകൾ നമുക്കിടയിലുണ്ട്. അതിനാണ് ഏഷണി എന്ന് പറയാ, നമീമത്ത്. ആ നമീമത്ത് വലിയ ഗുരുതരമായ തെറ്റാണെന്ന് വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. 2 ആൾക്കിടയിൽ പ്രശ്നം ഉണ്ടാക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മളിങ്ങനെ സ്ക്രൂ കയറ്റി പിരികേറ്റി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് പ്രശ്നങ്ങൾ ഇല്ലാതെയാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഇടപെടലാണ് നമ്മൾ 2 ആളുകൾക്കിടയിൽ എപ്പോഴും നടത്തേണ്ടത്. ഇവിടെ കേട്ടത് അവന്റെ അടുത്ത് പോയി പറയാ, അവനെ കുറിച്ച് ഇവൻ പറഞ്ഞത് ഇപ്പുറം പോയി പറയാ, എന്നിട്ട് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം ഉണ്ടാക്കിക്കുക. ഒരിക്കലും വിശുദ്ധ ഇസ്ലാം ഈ സ്വഭാവത്തെ അംഗീകരിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, വലിയ ശിക്ഷ കിട്ടുന്ന തെറ്റായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, നമ്മുടെ വിഷയം അതല്ല. ശേഷം രണ്ടാമത് അള്ളാന്റെ റസൂല് പറഞ്ഞ മറ്റൊരു പ്രശ്നം, മറ്റേയാള് ചെയ്ത തെറ്റിനെ കുറിച്ച് അള്ളാന്റെ റസൂല് പറയാൻ, രണ്ടാമത്തെ ആള് ചെയ്ത തെറ്റെന്താണെന്നറിയോ? അയാള് മൂത്രമൊഴിച്ചാല് ശുദ്ധിയാക്കുകയുണ്ടായിരുന്നില്ല. ശുദ്ധീകരിക്കും, പക്ഷെ കൃത്യമായ ഒരു ശുദ്ധീകരണം അയാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്ന് അള്ളാന്റെ റസൂല് പറയാൻ. വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ മൂത്രപ്പുറയിൽ തന്നെ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു കാഴ്ചയുണ്ട്. അത് നമ്മൾ പറയാതെ പോയാൽ ശരിയാവില്ലല്ലോ, പറയണമല്ലോ. പല ആളുകളും പാൻറ്റൊക്കെ ധരിച്ചു വരുന്ന പല ആളുകള്, അതല്ലെങ്കിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള പല ആളുകള് നിന്നിട്ട് മൂത്രമൊഴിക്കും. നിന്ന് മൂത്രമൊഴിക്കല് കറാഹത്താണ്, നമുക്കൊക്കെ അറിയാം അല്ലെ? ഇരുന്നിട്ടാണ് മൂത്രമൊഴിക്കേണ്ടത്. ഇനിയിപ്പൊ ഒരു നിവൃത്തിയില്ലാത്ത ഒരാൾ നിന്ന് മൂത്രമൊഴിച്ച് പറയാൻ പറ്റും, ഇരിക്കാൻ പ്രയാസം നമുക്കൊന്നും പറയാനില്ല. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ വെള്ളമെടുത്ത് നമ്മൾ ശുചീകരിക്കുമ്പോൾ ആ മൂത്രമടക്കം നമ്മുടെ ശരീരത്തിലേക്ക്, വസ്ത്രത്തിലേക്ക്, മുണ്ടിലേക്ക്, പാൻറിലേക്ക് തെറിക്കുകയാണ്. എന്നിട്ട് ഈ നനഞ്ഞ വസ്ത്രവുമായി നമ്മൾ പള്ളിയിലേക്ക് കയറുകയാണ്. പള്ളിയിലേക്ക് കയറുമ്പോൾ നമ്മൾ നിസ്കരിക്കുന്ന പായടക്കം ആ നജസ് സ്പർശിച്ചുകൊണ്ട് മലിനമാകുന്ന ഒരു സാഹചര്യം, അതിന്റെ ഗൗരവം എത്രയാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ വളരെ സൂക്ഷ്മത ഈ വിഷയത്തിൽ നമ്മൾ പാലിക്കണം. വൃത്തിയാക്കുന്നിടത്ത് സൂക്ഷ്മത പാലിക്കണം. ആ വൃത്തിയാക്കുന്ന നജസ് നമ്മുടെ ശരീരത്തിൽ പുരളാതിരിക്കാനുള്ള കൃത്യമായ മുൻകരുതൽ നമ്മൾ എടുക്കണം. വളരെ സൂക്ഷ്മതയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നജസ് ചെറിയ കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവം ആ കാര്യത്തിൽ നമുക്കുണ്ടാകണം. രണ്ടാമത്തെ ആള് ശിക്ഷിക്കപ്പെടാനുള്ള കാരണം, അയാൾ മൂത്രമൊഴിച്ചാൽ കൃത്യമായി ശുചീകരണം നടത്തുമായിരുന്നില്ല. അത് വലിയ തെറ്റായി റബ്ബ് തആല അയാളെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്തരം മലംഭാവങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ഭക്ഷണ മര്യാദകൾ നമ്മളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അവിടെയൊക്കെ ശുചിത്വം വളരെ മുൻപന്തിയിൽ തിളങ്ങി നിൽക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈകളും കഴുകാൻ പറഞ്ഞു. 2 കൈകൾ കഴുകലാണ് സുന്നത്ത്. വലത് കൈ മാത്രമല്ല, 2 കൈകളും പൂർണ്ണമായി കഴുകൽ സുന്നത്തുണ്ട് എന്ന് വിശുദ്ധമായ, പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ മുൻകൈ ആ ഭാഗം കഴുകൽ സുന്നത്തുണ്ട് എന്ന് വിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചു. അതുപോലെ കൈകൾ സോപ്പിട്ട്, കൊറോണ വന്നപ്പോൾ കണ്ടില്ലേ, നമുക്കൊക്കെ സോപ്പിട്ട് കൈകൾ കഴുകേണ്ട അവസ്ഥ വന്നു. പൊതു എടുക്കുന്നതിന് മുമ്പ് അല്ലെ സോപ്പിട്ട് കഴുകണം, അതല്ലെങ്കിൽ എന്താണ് സാനിറ്റൈസർ ഉപയോഗിച്ചുകൊണ്ട് കൈ വൃത്തിയാക്കേണ്ട അവസ്ഥ വന്നു. രോഗാണുക്കൾ പല വഴിയിലൂടെ നമ്മളിലേക്ക് കടന്നു വരും. സൂക്ഷ്മത പാലിക്കേണ്ടത് നമ്മളാണ്. ഇതൊക്കെ വിശുദ്ധ ഇസ്ലാം നേരത്തെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായ മതമെന്നാണല്ലോ യുക്തിവാദികൾ നമ്മെ സംബന്ധിച്ച് പറയാം. 6-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകണം. വെള്ളത്തിലേക്ക് നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ഊതാൻ പാടില്ല, അത് കറാഹത്ത്, അത് പഠിപ്പിച്ചു. ചൂടുള്ള വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അങ്ങോട്ട് ഊതരുത് എന്നാണ്, ഊതിയിട്ട് കുടിക്കരുത് എന്നാണ്. ചൂട് പതിയല്ലാത്ത രൂപത്തിൽ ആറ്റിയിട്ടാണ് നമ്മൾ കുടിക്കേണ്ടത്, അങ്ങോട്ട് ഊതാൻ പാടില്ല, കറാഹത്താന്ന് പഠിപ്പിച്ചു. അതുപോലെ കഴിക്കുന്ന ടേബിള്, സുപ്ര, പഴയകാലത്ത് നിലത്ത് സുപ്ര വിരിച്ചിട്ടാ കഴിക്കുക, ടേബിളാണ്. ആ ടേബിള് നല്ല വൃത്തിയായി സൂക്ഷിക്കണം. അതാണ് റസൂൽ പറഞ്ഞു, നിങ്ങൾ നിലത്ത് വീണ ഭക്ഷണം അഴുക്ക് നീക്കി കഴിക്കണം. അത് ഭക്ഷണത്തോടുള്ള മര്യാദയാണ്. ഒരു വറ്റ് ചോറ് പോലും, ഒരു വറ്റു ഭക്ഷണം പോലും നിങ്ങൾ പാഴാക്കി കളയാൻ പാടില്ല. നിങ്ങളുടെ ടേബിളിലേക്ക് ഭക്ഷണം ഇങ്ങനെ വിളമ്പിയിടുന്ന സമയത്ത് ഒരു 2 വറ്റ് ആ കയ്യിലിൽ നിന്ന് താഴെ വീണു പോയാൽ അതങ്ങോട്ട് പോട്ടെ എന്ന് ചിന്തിക്കല്ല, അത് എടുത്തിട്ട് കഴിക്കണം. അത് കഴിക്കണമെങ്കിൽ ആ ടേബിൾ അതനുസരിച്ച് നല്ല വൃത്തിയുള്ള ടേബിൾ ആകണം. നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ തുടങ്ങിയിട്ട് അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമ്മൾ കൈകൾ വൃത്തിയാക്കണം. അതുപോലെ ഭക്ഷണത്തിന്റെ വെള്ളത്തിന്റെ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം എന്ന് തുടങ്ങിയിട്ട് എത്രയോ മനോഹരമായ ശുചിത്വത്തിന്റെ പാഠങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചു ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ പിൻപറ്റാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ വീടും പരിസരങ്ങളൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം. മദീനത്തെ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം മരണപ്പെട്ടു. പക്ഷെ അള്ളാന്റെ റസൂൽ ആ സംഭവം അറിഞ്ഞില്ല, മരണപ്പെട്ട കാര്യം അറിഞ്ഞില്ല. ഖബറടക്കം കഴിഞ്ഞപ്പോഴാണ് സ്വഹാബത്ത്, രാത്രിയോ മറ്റാണ് മരണപ്പെട്ടത്. ഖബറടക്കം കഴിഞ്ഞപ്പോഴാണ് മുത്തുനബി തങ്ങൾ അറിഞ്ഞത്. അള്ളാന്റെ റസൂല് ആ ഖബറിന്റെ സമീപത്ത് പോയി സിയാറത്ത് ചെയ്ത്, ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, ആ ഖബറിന്റെ സമീപത്ത് പോയി അള്ളാഹുവിന്റെ റസൂല് സിയാറത്ത് ചെയ്തു, മയ്യിത്ത് നിസ്കരിച്ചു, സിയാറത്ത് ചെയ്തു. ശേഷം അള്ളാഹുവിന്റെ റസൂല് ആ ഖബറിൽ കടന്ന മയ്യിത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ എന്താ, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട അമൽ ഏതാണ് എന്ന് അള്ളാഹുന്റെ റസൂല് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നൊരു അശരീരി കേട്ടതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് അശരീരി എന്നറിയോ? ഞാൻ പള്ളിയുടെ ഉള്ളും പുറവും ഒക്കെ വൃത്തിയാക്കിയിരുന്ന, തൊഴിൽ ചെയ്തിരുന്ന ആളാണ്, അത് നിർവഹിച്ചിരുന്ന ആളാണ്. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെട്ട അമല് എന്ന് ആ ഖബറിൽ നിന്ന് അശരീരി കേട്ടു എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലും അതിന്റെ വ്യാഖ്യാനത്തിലുമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടും പരിസരങ്ങളും, പള്ളിയും പരിസരങ്ങളും, നാമുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളും അതിന്റെ പരിസരങ്ങളും ഒക്കെ വളരെ വൃത്തിയോടെ, ശുചിത്വത്തോടെ പരിപാലിക്കേണ്ട ചുമതല ഒരു വിശ്വാസിക്കുണ്ട് എന്ന് ഇതിനപ്പുറം നമുക്ക് വേറെ എവിടെ തെളിവന്വേഷിച്ചു പോകേണ്ടതുണ്ട്. അല്ലാഹു തആല അതൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ മറ്റ് പൊതു ഇടങ്ങളൊന്നും നമ്മൾ മലിനമാക്കാൻ പാടില്ല. ജനങ്ങൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ബസ് കാത്തു നിൽക്കുന്ന വെയിറ്റിംഗ് ഷെഡുകൾ, അതുപോലെ ബസ് സ്റ്റോപ്പുകൾ, ബസ് സ്റ്റാൻഡുകൾ, പല ആളുകളും വേസ്റ്റുകളും അതുപോലെ പല മാലിന്യങ്ങളൊക്കെ വലിച്ചെറിയും. ആരും നോക്കാനില്ല, പറയാനില്ല. അത്തരം സ്ഥലങ്ങളൊന്നും നമ്മൾ വൃത്തികേടാക്കാൻ പാടില്ല. വളരെ വളരെ ശ്രദ്ധയോടെ നമ്മൾ അതൊക്കെ സൂക്ഷിക്കണം. അൽ ഈമാനു ബിളുഉം വസബഊന ശുഅബ, ഈമാൻ 70 ചിൽവാനം ഇനങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഫഅഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും ശ്രേഷ്ഠതയേറിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഖൗലാണ്. വഅദ്നാഹാ, ആ 70 ചിൽവാനം ആ തട്ടുകളിൽ ഏറ്റവും താഴെയുള്ളത് ഇമാതത്തുൽ അദാ അനി ത്വരീഖ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഒരു വഴിയിൽ ഒരു തടസ്സം കണ്ടാൽ ആ തടസ്സം മാറ്റുക എന്നുള്ളതാണ് എന്ന് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ വഴി തടസ്സം ഉണ്ടാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, തടസ്സം മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോ കളിയുടെ കാലമാണ്, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. ഫുട്ബോളൊക്കെ ഇന്നലെ രാത്രി തുടങ്ങിയിട്ടുണ്ട്. പല ഇടങ്ങളിലും അതിന്റെ വലിയ കട്ടൗട്ടുകളും ഫ്ലക്സുകളും ആഘോഷങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. കളിക്കണം എന്ന് പറയുന്നില്ല. കളിക്കേണ്ടതല്ല, ഓരോ പ്രായത്തിൽ കളിക്കേണ്ട പ്രായത്തിൽ കുട്ടികൾ കളിക്കണം, അല്ലെ? ചില സാഹചര്യങ്ങളിൽ നമ്മൾ നല്ല നെയ്യത്തോടുകൂടി, അല്ലെ, വ്യായാമം പോലെയുള്ള ചില നെയ്യത്തോടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് കൂലിയും എന്നിരിക്കും.
പക്ഷേ കളി നമുക്കൊരു ഭ്രാന്തായി മാറാനും പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കളിക്കണം, പക്ഷെ കളി ഭ്രാന്തായി മാറാൻ പാടില്ല. ഭേദമന്യേ പലർക്കും കളിയൊക്കെ ഒരു ഭ്രാന്തായി മാറി, ഒരു ജാതി മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ, പാതിരാത്രി തന്റെ മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ, പിറ്റേ ദിവസം തൊഴിലിനെ ബാധിക്കും, പഠനത്തെ ബാധിക്കും, ഒന്നും ചിന്തിക്കാതെ പാതിരാത്രികളിൽ കളി കണ്ടുകൊണ്ടിരിക്കുന്നവർ, അതിനു വേണ്ടി പണം ചെലവഴിക്കുന്നവർ, അത്തരം ആളുകളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി ഇടപെടേണ്ട ഒരു സമയമാണ്. ഞാൻ കൂടുതൽ സമയം വൈകിയതുകൊണ്ട് അതിനെക്കുറിച്ച് ഇപ്പൊ പറയുന്നില്ല. അല്ലാഹു തആല നല്ല നിലക്ക് ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരം അടിമത്വങ്ങൾ അഥവാ അത്തരം ചില വിഷയങ്ങളോട് വല്ലാതെ വിധേയത്വം പുലർത്തിയിട്ട് മറ്റു പല ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. പലപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരങ്ങനെ മാറിപ്പോകുന്നത് കാണാറുണ്ട്. നല്ല നല്ല കാര്യങ്ങളിൽ മുൻപന്തിയിൽ പലരെയും കാണുന്നില്ല. ഇത്തരം വിഷയങ്ങളിൽ വളരെ കൃത്യമായി തങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കാൻ തയ്യാറായി, തങ്ങളുടെ പണം ചെലവഴിക്കാൻ തയ്യാറായി, സമയങ്ങൾ ചെലവഴിക്കാൻ തയ്യാറായി, ഉറക്കം ഒഴിവാക്കാൻ തയ്യാറായി, എന്തും ത്യജിക്കാൻ തയ്യാറായി. ഇത്തരം ചില കാര്യങ്ങളിൽ ഭ്രാന്ത് പോലെ പുറകെ കൂടുന്ന പലരെയും കാണാറുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലേക്ക് മാറരുത്. കളിക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്, കളിക്കേണ്ട പ്രായത്തിൽ നമ്മൾ കളിക്കണം. അത് സാധാരണയായി നമ്മൾ പലരും ചെയ്യാറുള്ളതാണ്. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ളവരാണ്. കളിക്കണ്ട എന്നല്ല, പക്ഷെ അത് ഭ്രാന്തായി നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കണം. അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയില്ലെങ്കിൽ നമ്മുടെ പഠനത്തെ ബാധിക്കും, തൊഴിലിനെ ബാധിക്കും, കുടുംബത്തിലത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, ഒരുപാട് പ്രത്യാഘാതങ്ങൾ നമുക്ക് അത് കാരണമായി ഉണ്ടാകുമെന്നും മാത്രം അത് സംബന്ധമായി ഓർമ്മപ്പെടുത്തി. നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും ഒന്നും നമുക്ക് ഉപകാരം ചെയ്യാത്തൊരു കാലം, നല്ല സലീമായ ഹൃദയം മാത്രം, സംശുദ്ധമായ ഹൃദയം മാത്രം നമുക്ക് ഉപകാരം ചെയ്യുന്ന ഒരു കാലം, ആ കാലം നമുക്ക് വരാനുണ്ട്. വരാനുണ്ടെന്ന ബോധ്യത്തോടെ നമ്മുടെ അമലുകളെ ക്രമീകരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി ശുചിത്വം നമ്മൾ പാലിച്ചിരിക്കണം. മഴക്കാലത്ത് പലതരത്തിലുള്ള രോഗങ്ങൾ പകർന്നു പിടിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് കൃത്യമായി മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.